അപ്പം നമ്മളിന്ന് വയനാട്ടിൽ ഒരു വലിയ സ്പോർട്സ് കടയുണ്ട്. സാധാരണ നമുക്ക് വയനാട്ടിൽ വലിയ സ്പോർട്സ് കട എന്ന് പറഞ്ഞിട്ട് കടകൾ ഭയങ്കര കുറവാണ്. ചെറിയ ചെറിയ കടകളാണ് ഉള്ളത്. ഇപ്പം ബൾക്കായിട്ട് സാധനം എടുക്കണം, അല്ലെങ്കിൽ എല്ലാ സാധനവും ഒറ്റ സ്ഥലത്ത് കിട്ടുന്ന അങ്ങനെ ഒരു കട. ഇപ്പം കോഴിക്കോടാണെങ്കിലും ഡെക്കാത്തലോൺ പോലത്തെ അങ്ങനെ ഒരു കട വയനാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ചായത് വന്നിട്ട്, ഡെക്കാത്തലോൺ പോലെയെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യം ഒരു 2 നിലയിൽ കുറേ സാധനങ്ങൾ, എല്ലാ സ്പോർട്സ് ഐറ്റങ്ങളും കിട്ടുന്ന അത്യാവശ്യം വലിയൊരു കടയാണിത്. വയനാട്ടിലെ ഡെക്കാത്തലോൺ എന്ന് വേണേൽ പറയാം. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കട കാണിച്ചു തരാം, എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ള സംഭവമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബൈ. കൽപ്പറ്റയിൽ ബത്തേരിക്ക് പോകുമ്പോൾ മുട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു സ്കാംബിലോ എന്ന് പറഞ്ഞ സ്പോർട്സ് മാൾ ഉള്ളത്. അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഒക്കെ ഇതിനുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ബിൽഡിങ്. നല്ലപോലെ വണ്ടിയൊക്കെ സുഖമായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യാം. കയറി ചെല്ലുമ്പോൾ തന്നെ അതാ ഒരുപാട് തൊപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഫുള്ള് ക്ലോത്തിങ്സ് ഒക്കെ വരുന്നത്. ചെറിയ ബാഗുകളുണ്ട് ഇവിടെ. പിന്നെ അതാ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ജേഴ്സികളും നമുക്ക് വർക്കൗട്ടിനും അങ്ങനത്തെ ഡെയിലി യൂസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെയുണ്ട്. ടീഷർട്ടുകളാണേലും ഷോർട്സ് ആണേലും, അതിപ്പോൾ ഓരോ സ്പോർട്സ് റിലേറ്റഡ് സാധനങ്ങളാണെങ്കിലും, ഇപ്പോൾ ഫുട്ബോളിന് വേണ്ട സാധനം, അല്ലെങ്കിൽ ക്രിക്കറ്റിന് വേണ്ട സാധനം, അല്ലെങ്കിൽ ജിമ്മിന് ഇടാൻ പറ്റുന്ന സാധനം, ഇപ്പോൾ പുറത്ത് റെയിൻകോട്ട് പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അതാ ഇവിടെ ട്രയൽ റൂമും ഉണ്ട്, നമുക്ക് അവിടെ പോയി ഇട്ട് നോക്കാം. ജേഴ്സി മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ, പോളോ ടീഷർട്ട്സും പിന്നെ ട്രാക്ക് പാൻസും അങ്ങനെ എല്ലാം തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബാഡ്മിൻ്റൻ്റെ ഐറ്റംസാണ്. ഷൂകൾ കാണാം, പിന്നെ കുറേ റാക്കറ്റ് കാണാം. പിന്നെ ആ റാക്കറ്റ് അതിനകത്ത് വലയിടുന്നില്ലേ, അതിൻ്റെ മെഷീനൊക്കെ ഇവിടെ കാണാം. ഇങ്ങോട്ട് വന്നാൽ ഇത് ഫുട്ബോളിൻ്റെ ഏരിയ ആണ്. കുറേ സ്റ്റഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഷോർട്സുകൾ കാണാം, ഫുട്ബോളിൻ്റെ മാത്രമായിട്ടുള്ള. പിന്നെ അവിടെ ഫുട്ബോളുകളും നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാലിനിടുന്ന സാധനം, നീക്കിയിടുന്ന സാധനം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പമ്പ് എല്ലാം ഉണ്ട്. ഫുട്ബോളിൻ്റെ ബാഗ്, കിറ്റില്ലേ, ഫുട്ബോളെല്ലാം സാധനങ്ങൾ വെച്ചിട്ട് പോകുന്ന അതുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്കേറ്റിങ്ങിൻ്റെ സാധനങ്ങളായി. ഒരുപാട് സ്കേറ്റിംഗ് ഷൂസ് ഉണ്ട്. പിന്നെ സൈക്കിളിൻ്റെ ആക്സസറീസ്, പമ്പ്, ഹെൽമറ്റ്, നിക്കറ്, ജേഴ്സി, പിന്നെ അതിൻ്റെ ലോക്ക്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പമ്പൊക്കെ കണ്ടില്ലേ, പ്രഷറൊക്കെ നോക്കിയിട്ട് അടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് പമ്പൊക്കെ ഇവിടെ ഉണ്ട്. സ്വിമ്മിങ്ങിൻ്റെ കുറച്ച് ആക്സസറീസാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ജിം റിലേറ്റഡ് സാധനങ്ങളാണ് ഇവിടെ ഫുള്ള്. ജിമ്മിന് വേണ്ട ബെൽറ്റ്, പിന്നെ ഗ്ലൗവ്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ എത്തുമ്പം നമ്മൾ ട്രക്കിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ അതിന് വേണ്ട ഷൂവ്, പിന്നെ ടെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇതാ ക്രിക്കറ്റിൻ്റെ ഐറ്റംസ്, ക്രിക്കറ്റിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുൾ കിറ്റ്, ഹെൽമറ്റ്, ഗ്ലൗവ്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും. ഇവിടെ കുറേ ബാറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി SGൻ്റെ ഒക്കെ കിഡിലൻ ബാറ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഷൂ, ക്രിക്കറ്റിന് വേണ്ട ഷൂ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഒരു ബാറ്റ് ഇതുണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 10,000-15,000 20,000 രൂപേൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഹെൽമറ്റൊക്കെ കണ്ടില്ലേ, SGൻ്റെ അടിപൊളി സാധനമാണ്, കിഡിലൻ. പിന്നെ ഷൂ, ഇത് ക്രിക്കറ്റിൻ്റെ അല്ല കേട്ടോ, ഇത് നോർമൽ സ്നീക്കേഴ്സ്, നമുക്ക് ഓടാൻ പോകുമ്പോൾ കിട്ടുന്ന കൂട്ട് അങ്ങനത്തെ സാധനം, വാക്കിങ്ങിനും അങ്ങനത്തെ. പിന്നെ ഇതാ ഒരുപാട് ചൂണ്ടയുണ്ട്, ഇഷ്ടം പോലെ ചൂണ്ട, അതിൻ്റെ വേണ്ട ആക്സസറീസ് മൊത്തം ഉണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതിൻ്റെ സെക്കൻഡ്, അത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെയാണ്, ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ താഴെ എന്തോരം ഉണ്ടെന്നുണ്ടോ, ഇത്രയും ഏരിയ ഉണ്ട്. മുകളിലാണ് ഇതിനകത്തുള്ള സൈക്കിളിൻ്റെ സാധനങ്ങളും, പിന്നെ കുറേ ജിം റിലേറ്റഡ് സാധനങ്ങൾ, കുറേ സ്പോർട്സ്, വേറെ ക്യാരംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ പൂളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ജിമ്മിന് വേണ്ട ഡംബലുകൾ, എല്ലാ ടൈപ്പ്, റബ്ബർ ഡംബലാണേലും അല്ലെങ്കിൽ ഫുള്ള് മെറ്റലിൻ്റെ ഡംബലാണേലും അങ്ങനത്തെ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. പിന്നെ വീട്ടിൽ നമുക്കൊരു ജിമ്മ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ, ബോക്സിങ്, ബാസ്കറ്റ് ബോളിൻ്റെ അത്, പിന്നെ ടേബിൾ ടെന്നീസ്, നടക്കാനുള്ള ട്രെഡ്മില്ല്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. ട്രെഡ്മില്ലൊക്കെ എന്തോരം അത് നിരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുൾ ഇനി സൈക്കിളുകളാണ്. ഒരുപാട് സൈക്കിളുകളുണ്ട്, കുറേ വെറൈറ്റി സൈക്കിളുകളുണ്ട്. നമുക്കിപ്പം ഗിയർ സൈക്കിൾ വേണ്ട, നോർമൽ സൈക്കിളാണ്.
അതും ഉണ്ട്. ഗിയർ സൈക്കിള്, റോഡ് സൈക്കിളുണ്ട്, MTB ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് സൈക്കിളും ഉണ്ടെന്ന് തോന്നുന്നു, ബാറ്ററി ഉള്ള. അത് നോക്കി നോക്കട്ടെ. പിന്നെ അതാ കാണുന്നുണ്ടോ കുറേ ട്രോഫികൾ. ഇപ്പോൾ നമുക്ക് ട്രോഫികൾ വേണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, ഇതൊരു റോഡ് സൈക്കിളാണ്, ജയൻറ്റിൻ്റെ അല്ലേ ഇത്? അതെ. പിന്നെ പിള്ളേർക്ക് വേണ്ട ചെറിയ സൈക്കിളുകളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്, ബാറ്ററി ഉള്ള. ഉണ്ടോ, ബാറ്ററി ഉള്ള. ഇത് ഏതിൻ്റെ അത്? ഈ മോട്ടറാഡിൻ്റെ സൈക്കിളാട്ടോ. അതും ഉണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ, ഇതിൻ്റെ ബാക്കിൽ ബാറ്ററി വെച്ച് പവർ ചെയ്ത് പോകുന്നത്. പിന്നെ അതാ ഒരുപാട് കുറേ മോഡലുകളുണ്ട് ഇവിടെ. സ്നെല്ല്, കോസ്മിക്, അങ്ങനെ ഏതൊക്കെയോ കുറേ മോഡലുകൾ കണ്ടു. പിന്നെ മെയിനായിട്ട് കുറച്ച് പൈസ കൂടിയ സാധനം കണ്ടത് ജയൻറ്റിൻ്റെ കുറേ വണ്ടികൾ കണ്ടു. ഇതിപ്പോൾ ഇവിടെ കുറച്ച് MTBകളോ, ഇത് MTB അല്ലല്ലോ, ഇത് ഹൈബ്രിഡ് മോഡൽ സാധനം ഇരിക്കുന്നുണ്ട്. എസ്കേപ്പ് 3 ഒക്കെ ഇരിക്കുന്നത് 35,000 സംതിങ് ആണ് അതിൻ്റെ. അങ്ങനത്തെ കുറച്ച് സൈക്കിളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓഫറുണ്ടാവും, നല്ല ഓഫറിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളുള്ളതല്ലേ ഇവിടെ. ഒരു അമ്പും വില്ലും ഇരിക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും കുറച്ച് ജേഴ്സിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഈ സ്ഥലം മറക്കണ്ട, നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് കൽപ്പറ്റയ്ക്ക് പോവുകയാണെങ്കിൽ മുട്ടിൽ കഴിഞ്ഞിട്ട് പാറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്കാമ്പിലോ സ്പോർട്സ് മാളുള്ളത്. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഈ കാണുന്ന വലിയ ബിൽഡിങ്. ഇവിടെ ഇവർ കുറേ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പുറകിലേക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ട്, ബാഡ്മിൻ്റൺ ഗ്രൗണ്ട്, ചെറിയ ടർഫ്, അങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്.